നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചരിത്ര വിജയമായിരുന്നു തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നേടിയത്. സമസ്ത ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. ഇപ്പോഴിതാ തൻ്റെ വിജയത്തെക്കുറിച്ച്, തൃശ്ശൂരിലെ ജനതയുടെ ചരിത്ര നേട്ടത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറക്കുകയാണ് സുരേഷ് ഗോപി. ജനങ്ങൾ രാഷ്ട്രീയ അടിമകളല്ലെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു തൃശ്ശൂരിലെ തൻ്റെ വിജയമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ കാലത്തും ജനങ്ങൾ ഒന്നോ രണ്ടോ ചിഹ്നങ്ങളിൽ മാത്രം വോട്ട് ചെയ്യുമെന്ന് കരുതിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം. താൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപേ, BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ BJP ജയിക്കില്ല എന്ന് ഇരുമുന്നണികളും അവിടെ ഒറ്റ വാക്കിൽ വിധിയെഴുതി. അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു BJP ജയിക്കില്ല, ജയിക്കില്ല, ജയിക്കില്ല എന്ന്. അപ്പോഴും സ്ഥാനാർത്ഥികൾ ആരാണെന്ന ഒരു ചിത്രവും പുറത്തു വന്നിരുന്നില്ല. അപ്പോൾ അത്രത്തോളം അരാഷ്ട്രീയവാദമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടത്തിയത്. അപ്പോൾ തൃശ്ശൂരിലെ ജനത ഒന്ന് ചിന്തിച്ചു, ഇത്രത്തോളം അരാഷ്ട്രീയവൽക്കരിക്കാൻ, ഇത്രത്തോളം BJP ജയിക്കില്ലെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇടതു വലത് മുന്നണികൾക്കുള്ളത്? അങ്ങനെയെങ്കിൽ ആ ധാരണ ഒന്ന് തിരുത്തിക്കൊടുത്തേ തീരൂ എന്ന് തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനത തീരുമാനിച്ചു. അതിൻ്റെ ഫലമാണ് തൃശ്ശൂരിലെ വമ്പിച്ച വിജയം. ജയിക്കില്ല എന്ന് ആവർത്തിച്ച ഇടതു വലത് മുന്നണികൾ തൃശ്ശൂരിൽ ഞങ്ങൾ BJPയെ ജയിപ്പിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ തൻ്റെ ഭൂരിപക്ഷം 75,000-ഓ 1,00,000-ഓ അല്ല, 2 ലക്ഷം കടന്നേനെ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇത് കേരളത്തിന് ആകമാനമുള്ള ഒരു സന്ദേശമാണ്. കേരളത്തിൽ ഇക്കുറി BJP നടത്തിയത് സ്വപ്ന സമാനമായ കുതിപ്പാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിലെ വിജയം മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള BJP പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ മുന്നേറ്റം. തൃശ്ശൂരിൽ പ്രവർത്തകർ 1.5-2 വർഷക്കാലം ഉറക്കമില്ലാതെ അഹോരാത്രം പണിയെടുത്തു. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് തൃശ്ശൂരിലെ തൻ്റെ വിജയം. ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്തു, അത് എല്ലാ വിഭാഗം ജനങ്ങളും തനിക്ക് വോട്ട് ചെയ്തു. എങ്കിലും തൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കാണാതെ പോകാനാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ സുരേഷ് ഗോപിയുടെ ചില പ്രസ്താവനകൾ, താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല, താൻ പൊതുസമൂഹത്തിൻ്റെ നേതാവാണ്, തനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളും വേണം, എല്ലാ വിഭാഗം ജനങ്ങളുടെയും MP ആണ് താൻ എന്നൊക്കെ നടത്തിയിരുന്നു. അതിനെയൊക്കെ വക്രീകരിച്ച് ചില കേന്ദ്രങ്ങൾ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴുള്ള പ്രസ്താവന സ്പഷ്ടമാണ്. തൻ്റെ വിജയം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ളത് കൊണ്ടാണ്. എന്നാൽ തൻ്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് പാർട്ടി പ്രവർത്തകരാണ്. അവർ 1.5-2 വർഷക്കാലം നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് തൃശ്ശൂരിലെ വമ്പിച്ച വിജയം. ആ പ്രവർത്തകരോട് തനിക്ക് അടങ്ങാത്ത നന്ദിയുണ്ട്, തനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഒപ്പം ആ ജനങ്ങളോട് തനിക്ക് കൂറുണ്ട്. തൃശ്ശൂരിലെ ജനത തന്നിൽ അർപ്പിച്ച വിശ്വാസം താൻ കാത്തു സൂക്ഷിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഞങ്ങളുടെ സഹസ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ജയിക്കില്ല എന്ന് ഞങ്ങൾ കേട്ടു തുടങ്ങിയതാണ്. ഇരുപക്ഷവും അങ്ങനെ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകും, BJP 3-ാം സ്ഥാനത്തേക്ക് പോകും, 3-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് അവരെന്ന് ഇടത് വലത് മുന്നണികൾ മാറി മാറി പറഞ്ഞു. ഭൂരിപക്ഷം പോലും അവർ പ്രവചിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി. കാരണം ഇടത് വലത് മുന്നണികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ജനങ്ങളുടെ വോട്ട് അവരുടെ പോക്കറ്റിലാണെന്ന അവരുടെ അമിതമായ ആത്മവിശ്വാസമാണ്. ആ മുൻവിധിക്കെതിരെ തൃശ്ശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തുചേർന്നു. അതാണ് ഈ വിജയം. ഞാൻ പ്രചരണം നടത്തിയ ഒരിടത്തും മറ്റു സ്ഥാനാർത്ഥികളുടെ പേര് പറയുകയോ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശം പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചവർ എന്തു ചെയ്തു? നിങ്ങൾക്ക് എത്രമാത്രം ഗുണമുണ്ടായി? ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കും എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ, അവർക്ക് വാക്ക് നൽകിയിട്ടുള്ളൂ. ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞവർ ജയിപ്പിക്കില്ല എന്ന് കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം 2 ലക്ഷം ആയേനെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളെ അവർ പ്രകോപിപ്പിക്കുകയായിരുന്നു. ആ പ്രകോപനത്തിനുള്ള തിരിച്ചടിയാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ജനത ഇടതു വലതു സ്ഥാനാർത്ഥികൾക്കെതിരെ നടത്തിയ വോട്ടിങ്ങിലൂടെ തീർത്തത്. ജനങ്ങൾ രാഷ്ട്രീയ അടിമകളാണെന്ന് ഇന്നും കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ മുന്നണികൾ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷം അങ്ങനെ കരുതുകയാണ്.
എന്നാൽ അതിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാലം ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം അത് വിനിയോഗിക്കുക വളരെ കരുതലോടുകൂടി മാത്രമായിരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പാടില്ല അതൊക്കെ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ചെയ്തത്. തോറ്റതിൻ്റെ മതിയായ കാരണം കണ്ടെത്താതെ ഞാൻ ജയിച്ചതിൻ്റെ കാരണം കണ്ടെത്തി നടക്കുകയാണ് ഇടതു വലത് മുന്നണികൾ. എൻ്റെ ജയം ജനങ്ങളുടെ തീരുമാനമാണ്. അതിനുവേണ്ടി എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 1.5-2 വർഷക്കാലമായി അഹോരാത്രം കഷ്ടപ്പെട്ടു. അതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പാർട്ടി പ്രവർത്തകർ അനുഭവിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തി. BJPയുടെ അടിസ്ഥാന വോട്ടുകളിലേക്ക് നിഷ്പക്ഷരായ ഒരുപാട് ജനങ്ങളുടെ വോട്ടുകൾ പ്രവർത്തകർ കൊണ്ടെത്തിച്ചു. അങ്ങനെ വമ്പിച്ച വിജയം, ചരിത്ര വിജയം തൃശ്ശൂരിൽ നേടാൻ BJPക്കായി. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു. എന്തായാലും തൃശ്ശൂരിൽ നേടിയ ചരിത്ര വിജയത്തിനു ശേഷം കേന്ദ്ര സഹമന്ത്രിയായി അധികാരമേറ്റ ശേഷം തൃശ്ശൂരിലെ തൻ്റെ ജയത്തെക്കുറിച്ച് വാചാലനാവുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കർശനമായ പ്രചരണങ്ങളാണ് അവർക്ക് തിരിച്ചടിയായത്. ഒരിക്കലും BJP ജയിക്കില്ല എന്ന അഹന്തയ്ക്കാണ് തൃശ്ശൂരിലെ ജനത തിരിച്ചടി നൽകിയത്. രാഷ്ട്രീയ അടിമകളല്ല ജനങ്ങൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തൃശ്ശൂരിലെ ജനത ചെയ്തത്. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും സുരേഷ് ഗോപി പറയുന്നു. കേരളമെമ്പാടും ഈ അലയൊലികൾ ആഞ്ഞടിക്കും. കേരളമെമ്പാടും ഇടത് വലത് മുന്നണികൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടാകും. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP കേരളത്തിൽ വമ്പിച്ച തേരോട്ടം നടത്തും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. തൃശ്ശൂരിലെ ജനതയുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു MP ആയിരിക്കും ഞാൻ. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഒപ്പം തമിഴ്നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും താൻ. അങ്ങനെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ ഞങ്ങളുടെ സഹസ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ജയിക്കില്ല എന്ന് ഞങ്ങൾ കേട്ടു തുടങ്ങിയതാണ്. ഇരുപക്ഷവും അങ്ങനെ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകും, BJP 3-ാം സ്ഥാനത്തേക്ക് പോകും, 3-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് അവരെന്ന് ഇടത് വലത് മുന്നണികൾ മാറി മാറി പറഞ്ഞു. ഭൂരിപക്ഷം പോലും അവർ പ്രവചിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി. കാരണം ഇടത് വലത് മുന്നണികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ജനങ്ങളുടെ വോട്ട് അവരുടെ പോക്കറ്റിലാണെന്ന അവരുടെ അമിതമായ ആത്മവിശ്വാസമാണ്. ആ മുൻവിധിക്കെതിരെ തൃശ്ശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തുചേർന്നു. അതാണ് ഈ വിജയം. ഞാൻ പ്രചരണം നടത്തിയ ഒരിടത്തും മറ്റു സ്ഥാനാർത്ഥികളുടെ പേര് പറയുകയോ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശം പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല.